രാജേന്ദ്രന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി. ഡിവൈഎഫ്ഐ തലപ്പത്ത് വമ്പൻ ട്വിസ്റ്റ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഡിവൈഎഫ്ഐയുടെ പുതിയ ഭാരവാഹികളെ ചൊല്ലി സംസ്ഥാന സമ്മേളനത്തിന് മുന്നേ വിവാദം. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെ തലപ്പത്തേക്ക് എത്തിക്കാനുള്ള ശക്തമായ ശ്രമം തടഞ്ഞാണ് ചിന്താ ജെറോം ഡിവൈഎഫ്ഐ പ്രസിഡന്റ് ആകുന്നത്. CPM-ലെയും ഡിവൈഎഫ്ഐയിലെയും ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ആര്യ രാജേന്ദ്രനെ സംഘടനയുടെ അമരത്തെത്തിക്കാൻ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചിന്താ ജെറോമിനെ തഴഞ്ഞ് ആര്യയെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത് പാർട്ടിയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് MV ഗോവിന്ദൻ കടുത്ത നിലപാടെടുക്കുകയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് മുൻപ് ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ഒരു വിഭാഗം ശ്രമിച്ചു. എന്നാൽ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതൃത്വം ഇതിനെ ശക്തമായി എതിർത്തു. തുടർന്ന് VS ശ്യാമയെയാണ് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. പ്രാദേശിക തിരിച്ചടിയും സംസ്ഥാന തലത്തിലേക്കുള്ള ആര്യയുടെ വരവിന് തടസ്സമായിട്ടുണ്ട്. അതേസമയം പ്രായപരിധി 38 ആക്കാനുള്ള MV ഗോവിന്ദന്റെ നീക്കം പാർട്ടി സെക്രട്ടേറിയറ്റ് അറിയാതെ എന്ന ആക്ഷേപം ചില ഡിവൈഎഫ്ഐ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ഷിജു ഖാനെയും ഷാജിറിനെയും വെട്ടി ചിന്തയെ തലപ്പത്തെത്തിക്കാനായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഡിവൈഎഫ്ഐയുടെ പുതിയ നേതൃത്വത്തെ നിശ്ചയിക്കുന്നതിൽ ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സായി കർശനമായി നിശ്ചയിച്ചതും കല്യാശ്ശേരി MLA ആയ M വിജിൻ സംസ്ഥാന സെക്രട്ടറിയായി എത്തുന്നതും കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഫലമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. യുവജന പ്രസ്ഥാനത്തെ അടിമുടി പുതുക്കാനും അതേസമയം അനുഭവ പരിചയമുള്ള കൈകളിൽ സംഘടനയെ ഏൽപ്പിക്കാനുമുള്ള പാർട്ടിയുടെ തീരുമാനമാണിത്. ഭാരവാഹികളാകുന്നതിനുള്ള പ്രായപരിധി 38 വയസ്സാക്കിയത് യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും സംഘടനയ്ക്ക് പുതിയ ഊർജം നൽകാനുമുള്ള പാർട്ടിയുടെ നയപരമായ തീരുമാനമായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ തീരുമാനത്തിനെതിരെ യോഗത്തിൽ പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധികളിൽ നിന്നും കടുത്ത വിമർശനമുയർന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തത് കൊണ്ടാണ് പ്രായപരിധിയുടെ പേരിൽ പല മികച്ച നേതാക്കളും ഭാരവാഹിത്വത്തിൽ നിന്നും സ്വാഭാവികമായി ഒഴിവാക്കപ്പെടുന്നതെന്നായിരുന്നു ഇവരുടെ പ്രധാന ആക്ഷേപം. എങ്കിലും ഗോവിന്ദൻ തന്റെ നിലപാട് കർശനമാക്കിയതോടെ മുൻപ് ഭാരവാഹികളാകാൻ സാധ്യതയുണ്ടായിരുന്ന മുതിർന്ന പല നേതാക്കളും പാനലിൽ നിന്നും പുറത്താവുകയും ചിന്താ ജെറോം M വിജിൻ എന്നിവർക്ക് കൃത്യമായി വഴി തുറക്കുകയും ചെയ്തു. നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റായ M വിജിൻ മുൻപ് SFI സംസ്ഥാന സെക്രട്ടറിയായും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച് മികച്ച സംഘടനാ മികവ് തെളിയിച്ച നേതാവാണ്. SFI കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അമരത്തേക്ക് എത്തിക്കാൻ പ്രധാന കാരണമാകുന്നത്. 37 വയസ്സുകാരനായ വിജിന് പാർട്ടിയുടെ പുതിയ 38 വയസ്സ് പ്രായപരിധി മാനദണ്ഡം പൂർണ്ണമായും അനുകൂലമായി ഭവിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2ാം തവണയും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട വിജിന് യുവജനങ്ങൾക്കിടയിൽ ജനപ്രീതിയുണ്ട്. പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തെയും ഇരട്ട പരിചയം സംഘടനയെ നയിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നാണ് കണക്കുകൂട്ടൽ. ചിന്താ ജെറോം പ്രസിഡന്റായും വിജിൻ സെക്രട്ടറിയായും വരുമ്പോൾ സംഘടനയിൽ കൃത്യമായ പ്രാദേശിക ലിംഗ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ CPM-ന് കഴിഞ്ഞു. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വനിതാമുഖമായി ചിന്തയും വടക്കൻ കേരളത്തിലെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നുള്ള യുവനേതാവായി വിജിനും എത്തുമ്പോൾ അത് സംഘടനയ്ക്ക് വലിയ രാഷ്ട്രീയ മേൽക്കൈ നൽകും. വിവാദങ്ങളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്നിട്ടുള്ള വിജിന്റെ വരവ് ഡിവൈഎഫ്ഐക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.